ഇന്ന് മോളുടെ സ്കൂളിലെ PTA മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി തേച്ച ഉടുപ്പ് ഞാൻ തന്നെ കത്തിച്ചു. അങ്ങനെ ദിനാരംഭം ശുഭം. പണ്ടത്തെ നമ്മുടെ PTA മീറ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? നമ്മുടെ കുറെ കുറ്റം അച്ഛനും അമ്മയും ടീച്ചറുടെ അടുത്ത് പറയും. ടീച്ചർ കുറെ കുറ്റം അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയും. അങ്ങനെ കംപ്ലൈന്റ് എക്സ്ചേഞ്ച് ഫോറം ആയിരുന്നു പണ്ടത്തെ PTA മീറ്റിംഗ്സ് ഒക്കെ. വർഷങ്ങളായി എൻ്റെ കുട്ടികളുടെ PTA മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ ടീച്ചർ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കുന്നതിന് മുമ്പേ തന്നെ അത് നീക്കി വെച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കും. ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മക്കൾ മുന്നിട്ട് ഇറങ്ങാറുണ്ടോ? ഫുഡ് ഷെയർ ചെയ്യാറുണ്ടോ? എമ്പതി കാണിക്കാറുണ്ടോ? ക്ലാസ്സിൽ ഒരു കുട്ടി കുറേ ദിവസമായിട്ട് മിണ്ടാതിരുന്ന അതെൻ്റെ മക്കൾ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ. ടീച്ചർ വിചാരിക്കണുണ്ടായിരിക്കും എൻ്റെ ദൈവമേ ഇതേ പിരിലൂസായ ഒരു അമ്മാന്ന്. എന്നാലും മാർക്കിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ശരിക്കും അത് തന്നെയല്ലേ? സഹജീവികളോടുള്ള സ്നേഹം, ദയ, അനുകമ്പ, കാരുണ്യം ഇതും കൂടിയൊക്കെ നമ്മുടെ മക്കള് പഠിക്കണ്ടേ? എന്നാല് ഇങ്ങനെയുള്ള മൂല്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പഠന വ്യവസ്ഥിതിയിൽ അവരെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. 10ാം ക്ലാസ് ആണ് ജീവിതത്തിലെ വഴിത്തിരിവാണെന്നൊക്കെ പല ടീച്ചേഴ്സും പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, അതൊന്നും അല്ല വഴിത്തിരിവ്. മോശപ്പെട്ട ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെയാണ് വഴിത്തിരിവ്. എത്ര പണം തരാമെന്ന് പറഞ്ഞാലും മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് പറയുന്നിടത്താണ് വഴിത്തിരിവ്. ധൈര്യമല്ലാതെ മറ്റൊന്നും കൈമുതലായി ഇല്ലാതെ ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കുമ്പോൾ അതല്ലേ ശരിക്കുള്ള വഴിത്തിരിവ്.